സാറേ, ഈ നമ്മുടെ വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പേരുകേട്ട, ഏതു തരം പ്രസിദ്ധിയായാലും അദ്ദേഹം പേരുകേട്ട ഭൂമാഫിയയുടെ ഭാഗമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. റോബർട്ട് വാദ്ര. ഇപ്പോൾ കേൾക്കുന്നത് ഭാര്യയും ഇത്തരം കച്ചവടത്തിൽ കേസിൽപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം MP-യുമാണ് അവർ, കേരളത്തിൻ്റെ. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? അതായത് BJP-യുടെ ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി സെഫോളജിസ്റ്റ് ആയിട്ട് രംഗത്തേക്ക് വന്ന ഒരാളാണ്. പിന്നീടാണ് വക്താവൊക്കെ ആയി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കേസ് കഴിഞ്ഞ ദിവസം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും രേഖകളും എല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനി തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്കൊന്ന് തുടങ്ങി വെക്കാമല്ലോ. അത് ഉത്തരാഖണ്ഡ് നല്ല ഭംഗിയൊക്കെയുള്ള സ്ഥലമാണല്ലോ. ഉത്തരാഖണ്ഡിലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഭൂമി കേസ് ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശില് ആണ് അവരൊരു വീട് വെച്ചിരിക്കുന്നത്. അത് വീർഭദ്ര സിംഗ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ്. ഞാൻ ഹിമാചലിൽ പോയിട്ട് അങ്ങേരോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിലൊരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങേരുടെ പ്രസംഗത്തിന് മുമ്പേ പുറത്തു വെച്ച് കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വേദിയിൽ ഇയാളുടെ അടുത്ത് തന്നെ എന്നെ പിടിച്ചിരുത്തി, വേദിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട്, വീർഭദ്ര സിംഗ്. അപ്പോൾ വീർഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ്, അവര് മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു ഇത്തവണ. പക്ഷെ അതിന് തട്ടിമാറ്റിയിട്ടാണ് രാഹുലിൻ്റെ ഒരു പാവയെടുത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരായ കേസ് വയനാട്ടിലല്ല, ഉത്തരാഖണ്ഡിലെ കിച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് 90 വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ 4 ഏക്കർ ഭൂമി തട്ടാനുള്ള ശ്രമത്തിന് പ്രിയങ്ക കൂട്ടുനിൽക്കുന്നു. മാത്രമല്ല, ഇവരെ ആ ഭൂമിയിലേക്ക് ഇവരെ വരട്ടാൻ 100 കോൺഗ്രസ്സുകാരുടെ ഒരു സംഘത്തിന് അവിടെ നിന്നുള്ള MLA-യുടെയോ MP-യുടെയോ മറ്റേ നേതൃത്വത്തിൽ അയച്ചു എന്നുള്ള ആരോപണമുണ്ട്. 90 വയസ്സുള്ള സ്ത്രീയെ പേടിപ്പിച്ച അവർ ഭൂമിയിൽ നിന്ന് ഇറക്കിയിട്ട് അത് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇത് ആ സ്ഥലം ഗാൻ ഫാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മേഖലയിലെ 4 ഏക്കർ ആണിത്. ഗാൻ ഫാം എസ്റ്റേറ്റ് കിച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഉദ്ധം സിംഗ് നഗറിലാണ് ഈ കിച്ച എന്ന് പറയുന്ന സ്ഥലം. അതായത് ആ 4 ഏക്കറിന്റെ മൂലാധാരം ഒറിജിനൽ ആധാരം, അടിയാധാരം. അത് മൂലാധാരം എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മം കുണ്ടലിനിയിലേക്ക് ചെല്ലും. അപ്പോൾ ഇതിന്റെ അടിയാധാരം ഒറിജിനൽ ലാൻഡ് ഡീഡ് മരിച്ചുപോയ ഗുൽസുൻ ഖാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ പേരിലാണ്. ഗുൽസുൻ ഖാൻ. ഈ ഗുൽസുൻ ഖാന്റെ സഹോദരിയാണ് ഈ 90 വയസ്സുള്ള ഈ ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന നസ്രീൻ ഖാൻ. ഈ നസ്രീൻ ഖാനെ അടിയാധാരം പേരുള്ള ആൾ മരിച്ചുപോയി. ഇപ്പൊ താമസിക്കുന്നത് അവരുടെ സഹോദരി 90 വയസ്സുള്ള. ഇവർ ഈ ഭൂമിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു കൂട്ടം കോൺഗ്രസ്സുകാരെ ആ ഭൂമിയിലേക്ക് അയച്ചതായിട്ട് വാർത്ത വന്നിരിക്കുന്നത്. ഇതിവിടെയൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ പ്രിയങ്കയുടെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിയങ്ക ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, പ്രിയങ്കയുടെ നാത്തൂൻ സൈറ വാദ്ര, അതായത് റോബർട്ട് വാദ്രയുടെ സഹോദരി സൈറ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിമിനെയാണ്. അതൊക്കെ ഈ വിവരത്തിൽ നിന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ പ്രിയങ്കയുടെ നാത്തൂൻ, സിസ്റ്ററിനിലോ സൈറ വാദ്രയ്ക്ക് തട്ടാൻ ഈ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ഭർത്താവായ മുസ്ലിമിന് ഈ മേഖലയുമായിട്ട് ബന്ധമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ആധാരം ഈ സൈറ വാദ്രയുടെ പേരിലൊന്നും ആയിട്ടില്ല ഇതുവരെ. ആരെങ്കിലും ഇത് എങ്ങനെയാണ് വിറ്റിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇനി തപ്പിയെടുക്കണം. അപ്പൊ കിച്ചയിലെ കോൺഗ്രസ് MLA തിലക് രാജ് ബെഹർ പ്രിയങ്കയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കിച്ച കോൺഗ്രസ് MLA തിലക് രാജ് ബെഹർ.
ഇയാളാണ് 100 പാർട്ടി പ്രവർത്തകരുമായി കഴിഞ്ഞ ദിവസം രാത്രി ഈ 4 ഏക്കർ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറി ഈ 90 വയസ്സുള്ള ഈ നസ്രീൻ ഖാനെ ഭീഷണിപ്പെടുത്തിയത്, ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് വാദ്ര കുടുംബത്തിന് നൽകിയ ഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നതെന്നൊരു വാചകം അവർ പറഞ്ഞിട്ടുണ്ട്. അത് ദുരൂഹമായ വാചകമാണ്. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ സ്ത്രീ വാദ്ര കുടുംബത്തിന് ഇത് വിറ്റിട്ടുണ്ടോ? അവിടെ ഇപ്പോൾ ഇവർ ഒക്യുപ്പൻ്റ് എന്നുള്ള നിലയ്ക്കാണോ ഇവരുടെ അവകാശം? ഒരാൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവകാശം അതിൻ്റെ അകത്ത് വരും എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള ഭാഗത്ത് ക്ലാരിറ്റി പോരാ. അപ്പൊ ഖാൻ മൊത്തം വാദ്ര കുടുംബത്തിന്റെ പേരാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ദ്രോഹിക്കുന്നതായിട്ട്. പ്രിയങ്കയുടെ അപ്പൊ പ്രിയങ്കയും കൂടി അതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ സൈറ വാദ്രയും റോബർട്ട് വാദ്രയല്ല, വാദ്ര കുടുംബം എന്ന് അവർ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയും കൂടി ഇതിലുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. പ്രിയങ്കയുടെ വേണ്ടപ്പെട്ട ആളാണല്ലോ 100 പേരുമായിട്ട് പോയത്. തീർച്ചയായിട്ടും. അല്ലാതെ സൈറ വാദ്ര റോബർട്ട് വാദ്ര പറഞ്ഞിട്ടല്ല. അപ്പോ പ്രിയങ്കയോ റോബർട്ടോ പറഞ്ഞിട്ടാണോ ഈ 100 കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് MLA തിലക് രാജ് ബഹർ ഇവരെ ഭീഷണിപ്പെടുത്താൻ അവിടെ ചെന്നത്? സൈറയുടെ ഭർത്താവ് സൈറ വാദ്രയും അവരുടെ ഭർത്താവ് സിക്കന്ദർ ആലം എന്നാണ് റോബർട്ട് വാദ്രയുടെ സഹോദരി സൈറയുടെ ഭർത്താവിന്റെ പേര്. അപ്പൊ സിക്കന്ദർ ആലവും സൈറയും ഈ നസ്രീന്റെ സഹോദരിയുടെ മുകളിൽ നേരത്തെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് ഒരു കള്ള സത്യവാങ്മൂലം ഉണ്ടാക്കിയിട്ട് അതിലൊപ്പിടാൻ നേരത്തെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ്. അവരുടെ പേരിലാണല്ലോ അടിയാധാരം, മരിച്ചുപോയ. വ്യാജ വിൽപത്രത്തിന് വേണ്ടിയും സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നും ആരോപണമുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂമിയിലെ ഇപ്പോഴത്തെ ഒക്യുപ്പൻ്റ് അവിടെ താമസിക്കുന്ന ആളെ ഭീഷണിപ്പെടുത്തി ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ സിവിൽ തർക്കത്തിൽ ഒരു സിവിൽ തർക്കം, ഭൂമി സംബന്ധിച്ച തർക്കം നടക്കുമ്പോൾ 2 കക്ഷികൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത് തർക്കത്തെ 2-ൽ കൂടുതൽ. അപ്പോൾ ആ മറ്റേ കക്ഷിക്ക് അവകാശം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 90 വയസ്സുള്ള ആളെ ഇറക്കി വിടാൻ. അപ്പൊ മറ്റേര് വന്നിട്ട് ഒക്യുപ്പൈ ചെയ്യും വാദ്രയുടെ ആളുകൾ. ഈ 90-കാരിയെ ഒഴിപ്പിക്കുക, സൈറ വാദ്ര വന്ന് ഇത് ഒക്യുപ്പൈ ചെയ്യുക. അപ്പൊ കേസിൽ അവർക്ക് ശക്തി കിട്ടും. ഇതായിരുന്നു ഇതിൻ്റെ ഉന്നം എന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പൊ BNS 351 പ്രകാരം ഇപ്പോൾ ഇവർ കൊടുത്തതിൻ്റെ പേരിൽ ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന നസ്രീൻ ഖാൻ പോലീസിന് കൊടുത്ത പരാതിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തി ഏതിനും കേസുണ്ട് ഈ കോൺഗ്രസ്സുകാർക്ക് എതിരെ. അപ്പോൾ ഇത് നേരത്തെ നമുക്ക് റോബർട്ട് വാദ്രയുടെ ധാരാളം ഭൂമി തട്ടിപ്പുകൾ നമുക്കറിയാം. ഗുരുഗ്രാമിലെ ഷിക്കോപൂറിൽ ഹരിയാന, അന്ന് ഹരിയാന മുഖ്യമന്ത്രിയൊക്കെ അതിനുവേണ്ടി മറ്റേ ഇയാൾ വാങ്ങിക്കുക കുറെ പാടങ്ങൾ ചെറിയ വിലയ്ക്ക്, എന്നിട്ട് വലിയ വികസന പദ്ധതിക്ക് വേണ്ടി ഹരിയാന മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുക. ഭൂപീന്ദർ സിംഗ് ഹുഡ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബിക്കാനീർ കൊലായത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾക്ക് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, റോബർട്ട് വാദ്ര. പിന്നെ അയാൾക്ക് വേറെ ചില ഈ റിയൽ എസ്റ്റേറ്റ് വലിയ കമ്പനികളൊക്കെ ആയിട്ട് ബന്ധമൊക്കെ ഉണ്ട്, വലിയ കമ്പനികളുമായിട്ട്. അവർക്ക് വേണ്ടി ഒക്കെ ഭൂമി വെട്ടിപ്പിടിക്കുക. ഇയാൾ പോകുമ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് വെട്ടിപ്പിടിച്ച് ആ മറ്റേ വലിയ കമ്പനിക്ക് കൊടുക്കുക, അതിൽ ഡയറക്ടറായിരിക്കുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ റോബർട്ട് വാദ്രയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ നാഷണൽ ഹെറാൾഡ് കേസ് കിടപ്പുണ്ടല്ലോ, ആ കുടുംബം മൊത്തം തട്ടിപ്പുകാരാണല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇവര് മൊത്തം ഉണ്ടല്ലോ, അമ്മയും മക്കളും ഒക്കെ. തീർച്ചയായിട്ടും. അല്ല, ഇതിലിപ്പോ ഇത് വളരെ സിമ്പിളാണ്. 2 ഈ ഉടമസ്ഥത സംബന്ധിച്ച തർക്കങ്ങളുള്ള
ഒരു ഭൂമി, 4 ഏക്കർ ഭൂമി, അത് 2 കുടുംബങ്ങൾ തമ്മിലോ എന്തായാലും 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ട്. റിയൽറ്റേഴ്സിന്റെ സ്ഥിരം പരിപാടി അറിയാലോ. നമുക്ക് കേരളത്തിലും അതെല്ലായിടത്തും അങ്ങനെയാണ് അത്രേ. റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു സ്ഥിരം പരിപാടി തർക്കത്തിലുള്ള ഭൂമി നിസ്സാര വിലക്ക്, ചുളു വിലക്ക് വാങ്ങുക, തർക്കം ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുക. എന്നിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് അത് പലയിടത്തും എല്ലാ പാർട്ടിക്കാരും വിനിയോഗിക്കും. കേരളത്തിൽ അറിയാലോ, കേരളത്തിൽ ഇത് ഏറ്റവും നന്നായി പ്രയോഗിച്ച രാഷ്ട്രീയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാൾ PV അൻവർ. ഇദ്ദേഹം എവിടെ തർക്കം ഉണ്ടെന്ന് കേട്ടാൽ ആ ഭൂമി പോയി വാങ്ങും ചുളു വിലക്ക്. എന്നിട്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൽ കുറച്ച് ഗുണ്ടായിസ് നടത്തിയിട്ട്. അപ്പൊ ആ രീതിയാണ്. പിന്നെ രാഷ്ട്രീയം സ്വാധീനം ഉണ്ടെങ്കിൽ അതും ആവാം. ഇതിലിപ്പോ ഇത് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഫാരിസ് അബൂബക്കർ. ആയിരിക്കാം തീർച്ചയായിട്ടും അയാൾക്ക് തന്നെയുള്ള ഏർപ്പാട്. ഇതിലിപ്പോ ഒരു കാര്യം തീർച്ചയാണ്, ഇതിലൊരു ഭാഗത്ത് കോൺഗ്രസ് ഇടപെട്ടു എന്നുള്ളത് ശരിയാണ്. അവിടുത്തെ MLA നേതൃത്വത്തിൽ ആ ഭൂമി കൈയേറിയിട്ട് അവർക്ക് സ്വന്തക്കാർക്ക് 2 കാരണം കൊണ്ട് ഇപ്പോ പ്രിയങ്ക അതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ചെയ്ത ഒരു സിവിൽ കേസിൽ, ഒരു സിവിൽ തർക്കത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്ത് ചേർന്നിട്ട് അതിക്രമം കാണിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോട് അതിക്രമം കാണിച്ച സമരങ്ങൾക്ക് കോൺഗ്രസ് പോകുന്നത് ശരിയാണോ? അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി അവർ ഈ കുടുംബത്തിന്റെ ഭാഗമാണ്. അവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടി ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പാർട്ടി സ്വാധീനം ഇവർ ഉപയോഗിക്കുക തുടങ്ങിയ പാർട്ടി സ്വാധീനം ഈ ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബം ഉണ്ടല്ലോ, അവര് എപ്പോഴും ഈ വക പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പൊ ഹരിയാനയിൽ നിന്ന് തന്നെ അവിടുത്തെ മറ്റേ മഹിളാ കോൺഗ്രസ് നേതാവിനെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ പൈസ മേടിച്ച കൂട്ടത്തില് ഈ വാദ്ര കുടുംബവും നെഹ്റു കുടുംബവും ഒക്കെ 7 കോടി KC വേണുഗോപാലും ഒക്കെ കൊടുക്കുന്നു, സുരേഷും ഒക്കെ ആ കേസിലില്ലേ, ഗൗരവ് എന്ന് പറഞ്ഞൊരാള് കൊടുത്ത കേസില്. പിന്നെ DLF എന്ന് പറഞ്ഞ കമ്പനി, അവര് വലിയ റിയാലിറ്റി കമ്പനിയല്ലേ. ഈ DLFന് വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും റോബർട്ട് വാദ്ര പോയി പിടിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന കാലത്ത് ഈ സംസ്ഥാനങ്ങളിൽ ഇത് ഈ മാഷ പറഞ്ഞ പോലെ തർക്കമുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കാനായിട്ട് എളുപ്പമായിരുന്നു. മുമ്പ് ജയലളിതയും അവർക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പിടിച്ചെടുക്കുമായിരുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോ ഉത്തരാഖണ്ഡിൽ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ തർക്കം. അതുകൊണ്ടായിരിക്കും തർക്കം പുറത്തു വന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയത്ത് ഈ വാർത്തക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഭരിക്കുന്നത് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ്, DK ശിവകുമാർ, തൊട്ടപ്പുറത്ത്. ഇതേ സമയത്ത് തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, മോഹൻ യാദവിന്റെ പേരിൽ ഇതേ കേസുകൾ വന്നിട്ടുണ്ട്. ഉജ്ജയിനിയിലെ കേസ്, അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് വിവാദങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഈ കേസ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കാലികമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് കുടുംബവും നെഹ്റു കുടുംബവും അടിയന്തരമായി ഇപ്പൊ പ്രത്യേകിച്ച് BJP നേതാവ് ഇത് വലിയ രാഷ്ട്രീയ ആരോപണം. ഇപ്പോ നമ്മളിത് ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വയനാട്ടിലെ ഈ മുസ്ലിം നേതാവും പ്രവർത്തകന്മാരും ഞങ്ങൾ ഒഴിപ്പിച്ചു തരാമെന്ന് പ്രിയങ്കയോട് പറയാൻ സാധ്യതയുണ്ട്. ടി സിദ്ദിഖ് പറയാൻ സാധ്യതയുണ്ടോ? ടി സിദ്ദിഖ് പറയുന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരാൾ ഞാൻ പറയാൻ താല്പര്യമുള്ള ഒരാൾ വയനാടിന്റെ കാര്യങ്ങളിൽ ഒരു പക്ഷേ മറ്റാരെക്കാളും താല്പര്യം എടുക്കുന്ന ഒരാൾ ഇപ്പൊ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ആവശ്യത്തിന് ഗുണ്ടായിസൊക്കെ കയ്യിലുണ്ട് താനും. ബഷീർ പോയി പറഞ്ഞാൽ ചിലപ്പോൾ തീർത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്.